ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻസൺ ചെങ്ങന്നൂർ അച്ചാൻസ് റോയിൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ബൈക്ക് ആക്ഷൻ റോഡ് ഡീലിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കോമ്പിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഇതിപ്പോൾ ചോദിച്ചായിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറയാം. ലൂറൊക്കെ വെച്ചിട്ട് ലൂറൊക്കെ വെച്ചിട്ട് ഒരു കോമ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ലുക്കാനയുടെ പ്രൊഡക്റ്റ് 200 എന്ന് പറഞ്ഞ ബൈക്ക് ആക്ഷൻ റീലും, അതുപോലെ തന്നെ നമുക്ക് ബൈക്ക് ആക്ഷൻ റോഡ് 7 ഫീറ്റ് അബൂബ 40 എന്ന് പറഞ്ഞാൽ 7 ഫീറ്റ് റോഡ് കൂടെ വെച്ചിട്ടാണ് കോമ്പി. അതിൻ്റെ ബ്രൈഡ് വരുന്ന അവരുടെ തന്നെ ഡൂമെക്സ് 8Xൻ്റെ ബ്രൈഡും, ഡൂമെക്സ് 8Xൻ്റെ ബ്രൈഡ്, അതുപോലെ തന്നെ 2 ഫ്രോഗ് ലൂറ്, ലുക്കാനയുടെ 2 ഫ്രോഗ് ലൂറ്, ബ്രൈഡ്, പിന്നെ റീല്, റോഡ്. ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത്. ഏകദേശം 5,900 നമ്മൾ കൊറിയർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരുന്നത്. കേരളത്തിനകത്ത് എവിടെ ആണെങ്കിലും അവിടെ എത്തിച്ചേരുന്ന റേറ്റ്, നിങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരുന്ന റേറ്റാണ് 5,900. ഇത്ര ഐറ്റം അതിനകത്ത് ലീഡർ ലൈന്, ഹുക്ക്, കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്യാൻ നോക്കി അതിനകത്ത് തരും. ഇത്ര ഐറ്റമാണ് നമ്മൾ ഈ കോമ്പി പറയുന്നത്. നമുക്ക് പ്രൊഡക്റ്റിന് 200 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാണ്. ഇതിനകത്ത് ഒരു ബാഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, റീലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഒരു ബാഗ് പോലെ ചെറിയൊരു കവർ വരുന്നുണ്ട്. പിന്നെ ഇതാണ് റീല് വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു, കറക്റ്റായിട്ട് കാണിച്ചില്ലാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. റീല് വരുന്നത് ഇതായിരിക്കും വരുന്നത്. പ്രൊഡക്റ്റ് 200 റീല്. പിന്നെ റോഡ് നമുക്ക് ഇത് അപ്പൂപ്പോൾ നമ്മൾ 150 ഗ്രാം വരെ കാസ്റ്റിംഗ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാസ്റ്റിംഗ് വെയിറ്റ് കൊടുത്തേക്കുന്ന ലൂർ വെയിറ്റ് കൊടുത്തത് 150 ഗ്രാമാണ്. ഇതാ റോഡ് വരുന്നത്. അബൂബ 40 റോഡ് 150 വരെ ഗ്രാം വരെ ലൂർ വെയിറ്റ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നല്ല സൂപ്പർ റോഡാണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡാണ്. അതുപോലെ റീലും 8 kg ഡ്രാഗ് വരുന്ന റീലാണ്. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞാണ്. 6:3:1 ഈ റേഷ്യോ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 7+1 ബോൾ വയറിംഗ് സിസ്റ്റം വരുന്നുണ്ട്. 8 kg ഡ്രാഗ് വരുന്നുണ്ട്. നല്ല ഹാൻഡിലാണ്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ, ഡ്രാഗിനോ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പാർട്സ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. ലുക്കാനയുടെ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ പാർട്സ് എല്ലാം ലുക്കാന ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അത് ഈ വന്നിട്ട് 2 ദിവസം ആകുന്നേ ഉള്ളൂ. ജൂലൈ ലാസ്റ്റോടെ കൂടിയാണ് വന്നത്. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വന്നാൽ നമുക്ക് അതിന് പാർട്സ് കിട്ടും. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഗുണം. ഈ ഒരു റീലിൻ്റെ പാർട്സ് എല്ലാം അവരുടെ ലുക്കാനയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം. അവരെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇതിൻ്റെ പാർട്സിനെ പറ്റി എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. എന്തെങ്കിലും ഒരു ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുത്ത് നമുക്ക് വീണ്ടും റീൽ നഷ്ടപ്പെടത്തില്ല, കളയേണ്ട കാര്യം. നമുക്ക് വേറെ ഇത് തന്നെ ശരിയാക്കി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ല കോപ്പിയായിട്ട് ചെയ്യാം. അപ്പോൾ ഡൂമെക്സ് ലൈൻ എല്ലാവർക്കും അറിയില്ല, അവരുടെ പുതിയ ഇറങ്ങിയ ലൈനാണ്. ഏറ്റവും തിക്നെസ് കുറഞ്ഞ മറ്റേതിലോട്ട് പഴയ നൂലിലോട്ട് കളർ ഇളകി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നല്ല സ്മൂത്ത് ആൻഡ് സ്ട്രോങ് ആണ് സാധനം. തീരെ കട്ടി കുറഞ്ഞ് നമ്മൾ കയ്യിലിട്ട് വലിച്ചു തന്നെ കണ്ട. മറ്റേ നൂലൊക്കെ നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ കളറുള്ളത്. ഇവരുടെ നേരത്തെ വരുന്ന ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കളർ ചെറിയ രീതിയിൽ കളറൊക്കെ ഇളകി പോകുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. തീരെ കട്ടി കുറഞ്ഞ സ്മൂത്തായിട്ടുള്ള ലൈനാണ്. നമുക്ക് ഈ റീലിനകത്തൊക്കെ നല്ലതായിട്ട് നൂല് കയറ്റാം. അതുപോലെ തന്നെ നല്ല വെയിറ്റ് താവും. വെള്ളത്തിലൊക്കെ ഇഷ്ടമായിട്ട് ഇട്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഡൂമെക്സ് 8 പീരീഡ് ലൈനാണ്. അപ്പോൾ നല്ല 100 മീറ്റർ ലൈനാണ് വരുന്നത്. അപ്പോൾ ഈ 100 മീറ്റർ ലൈൻ ഏകദേശം 500 രൂപ വില വരുന്നതാണ്. അതും ഉൾപ്പെടെയാണ് നമ്മൾ ഈ എമൗണ്ട് പറഞ്ഞേക്കുന്നത്. ഡൂമെക്സിൻ്റെ 8Xൻ്റെ ലൈന്, 100 മീറ്റർ ലൈന്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ റീല്, അതുപോലെ തന്നെ അബൂബ 40 7 ഫീറ്റ് റോഡ്, പിന്നെ 2 ഫ്രോഗ് ലൂറ്. ഇതൊക്കെയാണ് മസ്റ്റാർഡ് ഹുക്ക് വരുന്ന 2 ഫ്രോഗ് ലൂറ്, ലീഡർ ലൈന്, ഹുക്ക്, കൊറിയർ എല്ലാം ചേർത്തിട്ട് 5,900 നമ്മുടെ എമൗണ്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോയുടെ തന്നെ ആഡ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു നമ്മൾ ഒത്തിരി പേര് ചോദിച്ചു. നമ്മൾ തന്നെ കൊടുത്ത ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരുപാട് പേര് കാണും, അറിയാത്ത ഒരുപാട് പേര് കാണും. ഇത് എങ്ങനെ ചുറ്റുന്ന പുതിയ ഒരു റീലും സംവിധാനമാണല്ലോ. ഇതിപ്പോൾ 1-2 കൊല്ലമായിട്ട് ഇത് മാർക്കറ്റിലൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അറിയാവുന്നവർ ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇതിൻ്റെ ബ്രൈഡ് എങ്ങനെ കണക്ട് ചെയ്യും, എങ്ങനെ ഇതിനകത്ത് ബ്രൈഡ് സ്കൂൾ ചെയ്യാമെന്നുള്ളതൊക്കെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ റോഡിന് വരുന്നിടത്ത് നമുക്ക് ഹാൻഡിൽ നല്ല ഹാൻഡിലോ വരുന്ന ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു പിടുത്തമൊക്കെ കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ സാധാ സ്പിന്നിങ്ങേ വരുന്ന പോലെ തന്നെ നമ്മുടെ റീൽ വെച്ച് മുറുക്കാനുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തൊരു ചെറിയൊരു നമ്മൾ മറ്റേ സ്പിന്നിങ് റീലിൻ്റെ എങ്ങനെ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നോക്കി അറിയാവുന്നവരാണ്. അതേ ഉപയോഗിച്ചിട്ടുള്ളവർക്കാണ് അതേപോലെ തന്നെ ഇതിൻ്റെ താഴത്തെ ആ ഹാൻഡിൽ ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റി വെക്കുക. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളതായിരിക്കും. തിരിച്ചിങ്ങനെ കൊടുത്താൽ മതി. ഇതിങ്ങനെ തിരിച്ച് ഇതിലോട്ട് മുറുക്കുക. ഇതുണ്ട്. ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് നമുക്ക് അഴിക്കാം. ലെഫ്റ്റിലോട്ട് അഴിച്ചെടുക്കുക, റൈറ്റിലോട്ട് എടുത്ത് മുറുക്കുക. ഈ കാണിക്കുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഈ കൊടുത്തേക്കുന്ന കോഡിലോട്ട് കറക്റ്റായിട്ട് ഇറക്കി വെച്ചുകൊണ്ട്
ജസ്റ്റ് മുറുക്കുക, നല്ല ഫുൾ ടൈറ്റ് ചെയ്യാം. ഓവർ ടൈറ്റ് ചെയ്യരുത്, എല്ലാം ഒരു പരുവത്തിന്. കാരണം ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്ന് മുറിയുന്നൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ലൂസാണോ നോക്കുക. കാരണം നല്ല മീൻ അടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കയ്യിൽ നിന്ന് തെറിച്ച് പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പോർഷൻ നോക്കുക, ഓവർ ടൈറ്റ് ചെയ്യാതെ. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈ ഒരു പോർഷൻ നോക്കുക. ഇത് ലൂസാണെങ്കിൽ മുറുക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഇതിനകത്ത് വേറെ അന്ന് ഞാൻ വീഡിയോ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എനിക്ക് റൈറ്റ് ഹാൻഡാണ് വശം. അപ്പോൾ റൈറ്റ് ഹാൻഡ് വശം ഉണ്ടെങ്കിലും നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യാം. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മളെ ഇങ്ങനെ ഇതിൽ പിടുത്തം വരുന്ന ഇങ്ങനെ നമുക്ക് ഇത് നല്ല ബലത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇത് വെച്ച് കറക്കി എടുക്കുക. അപ്പോൾ ഇതിന് റൈറ്റ് ഹാൻഡ് വശമുള്ളത് ലെഫ്റ്റ് ഹാൻഡിലുള്ള മോൾ എടുക്കുക. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് വശമുള്ളത് റൈറ്റ് ഹാൻഡ്. അവർക്ക് അങ്ങനെ ആയിരിക്കും വശം. നമ്മൾ മറ്റേതിനേക്കാൾ നേരെ വിപരീതമായിട്ടാണ്. സ്പിന്നിങ് റീൽ യൂസ് ചെയ്യുന്നതിന് നേരെ വിപരീതം. സ്പിന്നിങ് റീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ വലത്താനെ പിടിച്ചിട്ട് നമ്മളല്ലേ നമ്മൾ പെട്ടെന്ന് ഹാൻഡ് റീൽ കറക്കാൻ നേരെ ഇപ്പുറത്തോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഇറക്കുക റൈറ്റ് ഹാൻഡ് വശമുള്ളത്. ഇത് അതുപോലെയല്ല, നമ്മൾ ഇതേ പിടിച്ച് കഴിഞ്ഞാൽ ഇതേ തന്നെ ഇപ്പം മീൻ അടിച്ച് ഇതേ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് മാറേണ്ട കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ട. നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് കറക്കി എടുക്കുക. ഇതേലും നമുക്ക് ആക്ഷൻ കൊടുക്കാനൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇതേലാണ് കറക്കുന്ന കൂടെ തന്നെ നമുക്കിങ്ങനെ എനിക്ക് മീനെ ആക്ഷൻ കൊടുക്കുക. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനത്തെയാണെന്ന് വെച്ചാൽ ആക്ഷൻ കൊടുത്ത് വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ റൈറ്റ് ഹാൻഡ് വശമുള്ളവർ എപ്പോഴും ലെഫ്റ്റ് ഹാൻഡിലുള്ള മോൾ എടുക്കുക, ലെഫ്റ്റ് ഹാൻഡ് വശമുള്ളവർ എപ്പോഴും റൈറ്റ് ഹാൻഡിലുള്ള മോൾ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡ്രാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഡ്രാഗ് നോബ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നു. പിന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിനകത്ത് ഡ്രാഗ് കാര്യങ്ങളൊക്കെ ഇതേ വരുന്നത്. നമുക്ക് ഡ്രാഗിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ ഇതേ വരും. ഇതേ തന്നെ ഹാൻഡിലെ തന്നെ ചേർന്നാണ് വരും. നമുക്ക് അപ്പോൾ അതേ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രാഗ് കൂട്ടുകയും കുറയ്ക്കുകയും 8 kg ഡ്രാഗ് ഉണ്ട്, ആ ഡ്രാഗ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ടെൻഷൻ നോബ് നമുക്കിതിനകത്തൊരു ഇതിൻ്റെ മറ്റേ നമ്മുടെ സ്പിന്നിങ്ങിൽ കറങ്ങുന്നതിനേക്കാളും ഡബിളിലല്ല, അതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് അതിൻ്റെ സ്പൂൾ കറങ്ങുന്നത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബ്രൈഡ് എറിയുമ്പോൾ തന്നെ ലൂസായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് ഓവർ ലൂസ് ആയി കഴിഞ്ഞാൽ ഇത് നൂല് കയറി കുരുങ്ങാനുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം അതിനകത്ത് മെയിനായിട്ട് വരുന്നൊരു കാര്യം ആണ്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കൊരു പ്രോബ്ലമാണ്, നൂല് കയറി പെട്ടെന്ന് കുരുങ്ങി ഇതിലോട്ട് പോകും. അപ്പോൾ അതിനകത്ത് പേടിക്കാനൊന്നുമില്ല, ഇതൊന്നും വലിച്ച് പറിച്ചെടുക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് തന്നെ നമുക്ക് നൂല് വലിച്ചെടുത്താൽ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കാണിക്കാം. നൂല് വലിച്ചെടുക്കാനും എളുപ്പം തന്നെ ചെയ്യാം. നമ്മൾ ടെൻഷൻ അടിക്കാതെ തന്നെ പതുക്കെ നൂല് വലിച്ച് വിട്ട്, അല്ലെങ്കിൽ ഈ സ്പൂൺ നമുക്ക് ഇവിടെ നിന്ന് അഴിക്കാവുന്നതാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് താഴോട്ട് താത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം. അല്ല, ഇതുപോലെ ഊരി എടുത്തു കഴിഞ്ഞാൽ ഈ സ്പൂൾ നമുക്ക് വെളിയോട്ട് ഇറക്കാം. അലുമിനിയം സ്പൂളാണ്. ജസ്റ്റ് വെളിയോട്ട് എടുത്തിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അതല്ല ഇതിനകത്ത് തന്നെ വെച്ച് അഴിക്കുന്നതായിരിക്കും എളുപ്പം. നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വിടാന്നുണ്ടെങ്കിൽ തന്നെ മാറും. പിന്നെ അത് സൈഡിൽ വരുന്നുണ്ടോ, ഇതെല്ലാം വരുന്ന ഒരു മാഗ്നറ്റിക്കാണ്. മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്, ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. അതിൻ്റെ നോബ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ബ്രേക്ക് എങ്ങനെ എത്ര കൂട്ടുകയും കുറയ്ക്കാൻ നമുക്ക് ഇതേ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. തിരിച്ച് വെക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ച് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നം വരത്തില്ല. കാരണം നമ്മൾ വെക്കുന്ന സമയത്തൊക്കെ ധൃതി വെക്കാതെ പതുക്കെ നമ്മൾ നോക്കി കണ്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. പൊടിയും മണ്ണും കയറാതെ ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ആ മാഗ്നറ്റിക് പവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിനകത്ത് പിടുത്തം, മാഗ്നറ്റിക്കിൻ്റെ പിടുത്തം. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കൂട്ടുകയും കുറയ്ക്കുകയും കുറയ്ക്കുന്നതനുസരിച്ച് പിടുത്തം കൂടുതൽ വിടും, കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ പിടുത്തം വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സ്പൂള് ഈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ചാണ് സ്പൂളിൻ്റെ സ്പീഡ് കൂടുന്നത്. അപ്പോൾ സ്പൂളിന് സ്പീഡ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതിനൊരു മീഡിയത്തിലിട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഏകദേശം 1 ഒരു 8 വരെ ഉണ്ട്, മിനിമം മാക്സിമം ഉണ്ട്. അപ്പോൾ മിനിമത്തിലിട്ടിട്ട് നമ്മളിത് എറിയുമ്പോൾ അധികമായിട്ട് കറങ്ങത്തില്ല സ്പൂള്. കാരണം നമുക്ക് ഒത്തിരി ഓവറായിട്ട് നൂല് കറങ്ങി പോകുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് കുരും. അപ്പോൾ നമുക്കൊരു സെൻറ്ററിലിട്ട് ഒരു മിനിമത്തിലിട്ടിട്ട് അടിക്കുവാണെങ്കിൽ വലിയ സ്പീഡ് കാണത്തില്ല. കൺട്രോൾ ചെയ്യും. എപ്പോഴും നമ്മുടെ ഹാൻഡ് തേർട്ട് ഇതുപോലെ ഈ ഒരു ഹാൻഡ് ഇതിൻ്റെ ബ്രൈഡിൻ്റെ ഇവിടെ വയ്ക്കുന്ന എടുത്തേക്കണം. ഇത് എറിഞ്ഞ് വിട്ട് ഇതിപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്പൂൾ ഫ്രീ ആയി. കാരണം ഈ ഹാൻഡിലുമായിട്ട് ബന്ധമില്ല. ഇപ്പോൾ ഹാൻഡിലില്ലാതെയാണ് ഈ സ്പൂൾ കറങ്ങുന്നത്. മറ്റേ നമ്മൾ ഹാൻഡിൽ കറക്കിയാൽ മാത്രമേ സ്പൂൾ കറങ്ങത്തുള്ളൂ. ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ സ്പൂൾ ഓട്ടോമാറ്റിക് ഫ്രീ ആയിട്ട് കറങ്ങണം. അപ്പോൾ നമ്മൾ എറിയുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് പോകും, നൂല് ഫ്രീ ആയിട്ട് പോകും. പെട്ടെന്ന് നമ്മൾ എറിയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇത് വീണ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാൻഡിൽ കറങ്ങി കഴിഞ്ഞാൽ ഇതാണ് ഇത് തിരിച്ച് വന്ന് കറക്റ്റ് പൊസിഷനിൽ ചെയ്യും. അപ്പോൾ ഇത് ഹാൻഡിലും സ്പൂളും കൂടെ പിടുത്തമായി. ഇപ്പോൾ ഇത് ഈ സ്പൂൾ കറക്കണമെങ്കിൽ നമ്മൾ ഹാൻഡിൽ കറക്കിയാൽ മാത്രമേ ഈ സ്പൂൾ കറങ്ങത്തുള്ളൂ. മറ്റേ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിലുമായിട്ടുള്ള ബന്ധം പോയി ഈ സ്പൂൾ മാത്രം ഫ്രീ ആയിട്ട് കറങ്ങും. അപ്പോൾ ഈ സ്പൂൾ നമ്മൾ എറിയുന്ന നൂല് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് പോകുന്നത്. കാരണം നമ്മൾ സ്പിന്നിങ്ങിൽ എറിഞ്ഞിട്ട് ഒരാൾ നമ്മളൊരു 50 മീറ്റർ എറിയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞാൽ 20 മീറ്ററേ പോകത്തുള്ളൂ. ആയമൊക്കെ കൊടുത്ത് ഭയങ്കര ബലം കൊടുത്ത് ആയം കൊടുത്ത് നമ്മൾ എറിയേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യമില്ല.
നമ്മൾ 8 ഗ്രാമിൻ്റെ ലൂറ് പറഞ്ഞാലും ആ ഒരു വെയിറ്റ് കൊണ്ട് ഇതിൻ്റെ ഫ്രീ സ്കൂൾ ആയതുകൊണ്ട് പറന്നു പോകും സാധനം. തീരെ കട്ടി കുറഞ്ഞ ലൈനൂടെ ഇടുന്നെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ല ലെങ്തിൽ പോകും. അപ്പം നമുക്ക് ഒരുപാട് ബലം ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാശ് ചെയ്യാൻ പറ്റും. ചില ചപ്പുകളും കാടും ഒക്കെ ഉള്ളതിന് അടിയിലോട്ടൊക്കെ അടിച്ച് കയറ്റണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിക്കണം. അത് പഠിക്കണം. അതിപ്പോൾ നമ്മളിതിനകത്ത് എക്സ്പേർട്ടായിട്ടില്ല, അപ്പോൾ നമ്മൾ പഠിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൈ നിൽക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു സ്പോട്ട് കണ്ടാൽ അവിടെ മീൻ നിൽക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അടിച്ച് കയറ്റാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കൈ തെളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ വലിയ ഹൈ എൻഡിലോട്ട് പോകണ്ട. ഈ ഒരു ബേസിക് മോള് പഠിച്ചിട്ട് നമുക്ക് കുറച്ച് ഹൈ ഒക്കെ തെളിഞ്ഞ് നമ്മളിത് എറിയാൻ പഠിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ട് എറിയാനൊക്കെ പഠിച്ച് എല്ലാം സെറ്റാക്കിയാൽ പിന്നെ കുറച്ചുകൂടെ ഹൈ എൻഡ് മുകളിലോട്ട് പോകാം. ഇപ്പോൾ ഇത് റീല് മാത്രം ഏകദേശം 10,000 15,000 രൂപയ്ക്കൊക്കെ റീല് വരുന്നുണ്ട്. അത്രയും വലിയൊന്നും സ്റ്റാർട്ടിംഗ് ലെവലിൽ ആൾക്കാർ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിലൊക്കെ പഠിച്ച് തുടങ്ങി ഇതിലൊക്കെ കുറച്ച് മീനെയൊക്കെ പിടിച്ച് പിടിച്ച മീനിൻ്റെ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മുതലാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് എടുക്കുന്നത് പിന്നെ പഠിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് എങ്ങനെ നമ്മൾ ബ്രൈഡ് ചുറ്റുന്നതാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് എങ്ങനെ ബ്രൈഡ് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ഒത്തിരി പേര് അറിയാവുന്നവർ കാണാം, അവർ കണ്ട നമുക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. പിന്നെ അതെങ്ങനെ ബ്രൈഡ് ചുറ്റുന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ തന്നെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബ്രൈഡ് എടുത്തിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബ്രൈഡ് എടുക്കും. ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും കെട്ടും. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കമ്പിയോ കെട്ടിയിട്ട് ജസ്റ്റ് ഈ കമ്പി കിടക്കണ്ടാകും. അതിൻ്റെ എപ്പോഴേലും ജനലേലോ എന്തോത്തിലേലോ ഒന്ന് കൊളുത്തിടും. ഇത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചുറ്റാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കണക്ട് ചെയ്താൽ ഞാൻ നോക്കാം. അപ്പോൾ ഞാനിതവിടെ നമ്മുടെ ഷെഡിൻ്റെ ജനലിലോട്ട് നമ്മൾ കണക്ട് ചെയ്തു, കമ്പി കെട്ടിയിട്ട് ഇട്ടേക്കാം. ഇതിപ്പോൾ നമുക്ക് തന്നെ ഇരുന്ന് ചുറ്റാം. ഇതിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോഡിൻ്റെ നമുക്ക് ഒരു 2 പീസിനകത്ത് ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഗൈഡിനകത്തോട് നമ്മൾ ഇത് മൂലം ഇറക്കുക, ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുക. ഇതുപോലെ ഇറക്കി എടുത്തിട്ട് നമുക്കിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റീലിൻ്റെ സ്പൂളിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് അഴിക്കണം. ആ മാഗ്നറ്റിക് ഭാഗം ഇരിക്കുന്ന ഇത് ഓപ്പൺ ചെയ്യുന്ന ഭാഗം ജസ്റ്റ് ഇതുപോലൊന്ന് കൈ കൊണ്ടൊന്ന് ഇവിടെ ഇതുണ്ട് ചെറിയ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ താഴോട്ട് താത്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഊരി വരും. കാരണം ഈ ഒരു പോർഷൻ ഊരി വരും. ഇതിന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സ്പൂള് അകത്തുനിന്ന് ഈ സ്പൂളിങ് എടുക്കുക, സ്പൂളെടുത്ത് ബാക്കി വെക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഈ സ്പൂള് റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ നോവ് വരും, ഒരു ചെറിയ ഹോളും ഒക്കെ ഉള്ള. ഇത് നമ്മളിങ്ങനെ കറക്കുന്നതനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കും. കേട്ടോ, ആ ഒരു പോർഷനകത്തോട് നമ്മൾ കാണാൻ പറ്റും. ഇത് ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് അതാണ്ട് ഈ കാണുന്നത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കറങ്ങിയാണ് സ്പൂളിനകത്ത് നൂല് കറക്റ്റായിട്ട് ചുറ്റുന്നത്. എല്ലാ പോർഷനിലോട്ടും നൂല് കറക്റ്റായിട്ട് വരുന്നത്. ഇതിങ്ങനെ നമ്മൾ കറക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അത് തയ്യൽ മെഷീൻ്റെ ഒരു പരിപാടി പോലെ ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹോളുണ്ടല്ലോ, ഈ ഹോളിൽ കൂടെ നമ്മൾ ഈ നൂലിങ്ങനെ ഇറക്കണം, അകത്തോട്ട് ഇറക്കണം. അകത്തോട്ട് ഇറക്കിയിട്ട് അകത്തോട്ട് നമ്മൾ ഈ ഊരിപ്പോയ ഭാഗത്തോട്ട് നമ്മൾ അകത്തോട്ട് വെളിയിലോട്ട് വലിച്ചെടുക്കുക. കാരണം മനസ്സിലായോ, നമ്മൾ ഈ ഹോളിൽ കൂടെ ഇതിനകത്തെ ഹോളിൽ കൂടെ ഇറക്കുന്നു. അതുപോലെ നമ്മൾ ഈ പോർഷൻ ഊരിയ ഭാഗത്തോട് വെളിയിലോട്ട് ഇറക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു കെട്ടിടുക നമ്മൾ. പിന്നെ ഈ സ്പൂളിൻ്റെ ഇവിടെ കുറച്ച് ഹോളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊന്നും കെട്ടുകയും ചെയ്യരുത്. ഇതിന് സെൻറ്ററിൽ നമ്മൾ സാധാരണ സ്പിന്നിങ് റീലിൽ എങ്ങനെ കെട്ടുന്നത് വെച്ചാൽ അതുപോലെ ഊരി പോരാത്ത രീതിയിലൊരു കെട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്തൊക്കെ കയറ്റി ചെറിയൊരു ഒന്നിട്ട് കാണിക്കാം. നമ്മളിങ്ങനെ ഒരു മടക്കിയിട്ട് ഇതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് അത് നിങ്ങളുടെ ഐഡിയ പോലെ കെട്ടിയാൽ മതി. നമുക്ക് ഒരുപാട് നോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിത് അഴിഞ്ഞു പോകരുത്. അതുപോലെ ഒരു ഘട്ടം കെട്ടുക. മുറുക്കുന്നുള്ള വലിഞ്ഞ് മുറുകി നിൽക്കുകയും വേണം. ഇതുണ്ട് ഇങ്ങനെ കെട്ട് വീഴുമ്പോൾ തന്നെ ഇങ്ങനെ വീഴണം. എന്താ ഈ ഒരു രീതിയിൽ കെട്ടുക. അത് നമ്മുടെ ഐഡിയ പോലെ കെട്ടിയേച്ചാൽ മതി. നോക്കട്ടെ. അപ്പോൾ കെട്ടിക്കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു പോർഷൻ ഉണ്ട്, നമ്മളത് ആ നൂല് വെളിയോട്ട് നിൽക്കുന്ന നൂല് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ സ്പൂളിൻ്റെ അകത്തോട്ട് കയറ്റാനുള്ള ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് 1-2 ഉണ്ട് ഇങ്ങനെ കയറ്റി ഇതിനകത്തോട്ട് കയറ്റി ഇടുക. 1-2 റൗണ്ട് കറക്കിയിട്ട് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റ് സെൻറ്ററിലാക്കിയാണ് ഞാൻ വലിച്ചങ്ങ് മുറുക്കുക. ഇതുപോലെ അങ്ങ് മുറുക്കുക. ഇത്രയുള്ള പരിപാടി. ഇങ്ങനെ വലിച്ച് മുറുക്കിക്കൊണ്ട് ഉണ്ടോ, വീഡിയോയിൽ നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് നോക്കിയോ, ഇതുപോലെ കയറ്റി മുറുക്കുക. ഇപ്പോൾ കറക്റ്റ് ഈ മെഷീനകത്തൂടെ നൂല് വശത്തൊന്ന് വലിച്ചെടുത്തിട്ട് അകത്തോടെ നൂല് വലിക്കുക.
അതേപോലെ തന്നെ നമ്മൾ ഇതങ്ങോട്ട് അകത്താക്കുക. ഇപ്പോൾ വേണം സ്പൂൾ നമ്മൾ അകത്തോട്ടിട്ടു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാഗ്നറ്റിക് ഭാഗമുള്ള ഭാഗം നമുക്കിതിനകത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ധൃതി വെക്കാതെ അത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ലോക്ക് ചെയ്യാം. അല്ല, ഇത്രയുള്ള പരിപാടി. ഈ നൂല് ഇതിനകത്തൂടെ ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചുമ്മാ ഇടരുതാണ്ട് ഈ ഒരു സാധനമുണ്ട്, ഇതിനകത്തൊരു ചെറിയ ഹോളുണ്ട്, അതിനകത്തൂടെ ഇറക്കി അകത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതിനകത്തോട്ട് ഇറക്കുക, ഇവിടെ അഴിക്കുക, വെളിയോട്ട് മാറ്റുക. ഈ നൂല് ഇതിനകത്തോട്ട് വെളിയോട്ട് ഇട്ടിട്ട് സ്പൂളിനകത്ത് കെട്ടി തിരിച്ച് അതുപോലെ തന്നെ അകത്തോട്ടിട്ട് ജസ്റ്റ് നമ്മൾ തന്നെ ഇങ്ങനെ പിടിക്കുക. നമ്മൾ സാധാരണ പിടിക്കുന്ന പോലെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുക. നമ്മൾ ഡ്രാഗ് മുറുക്കാന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താ പറയുക, ഡ്രാഗ് മുറുക്കിയിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിത് കറക്കുന്നതല്ലാതെ സ്പൂളാകത്തില്ല. അതാണ് ഇപ്പോൾ ഒത്തിരി പേർക്ക് ഒരു ഡൗട്ട് അടിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ അറിയാതെ ഒത്തിരി പേര് പറഞ്ഞത് കംപ്ലൈൻ്റ് ആണല്ലോ കേട്ടോ, അത് മുറുക്കിയിട്ടാണ്ട് നൂല് കയറുന്നില്ല, അങ്ങനെ ഇങ്ങനെയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ ഡ്രാഗ് നമ്മൾ അങ്ങോട്ട് എന്താ വെച്ചാൽ ഫ്രണ്ടിലോട്ട് തിരിക്കുക, ഫ്രണ്ടിലോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് സ്പൂൾ കറക്റ്റായിട്ട് കയറത്തുള്ളൂ. കാരണം നമുക്ക് ഡ്രാഗ് ലൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിനില്ല. ഈ ഫുൾ ഡ്രാഗിലിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം മീനടിക്കുക. അത് നമ്മളിപ്പോൾ കാർപ്പിനെ പിടിക്കുന്ന പോലെ കാർപ്പിനെ പിടിക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള അല്ല ഇതിൻ്റെ ഒരു സിസ്റ്റം. അല്ലെങ്കിൽ ഡ്രാഗ് ലൂസ് ചെയ്തിട്ടുള്ള പിടുത്തമൊന്നും ഇതിനാണ് പറ്റത്തില്ല. കാരണം എന്താ ഡ്രാഗ് ടൈറ്റ് ചെയ്യുക, എത്ര 8 കിലോ ഡ്രാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഏകദേശം 90% വരെയൊക്കെ ഡ്രാഗ് ഇട്ടിട്ട് അടിക്കുക എന്നുള്ള മീനെ പിടിച്ച് കയറ്റുക എന്നുള്ള മെയിനായിട്ട് സ്നേക്കായിട്ട് പോലത്തെ മീനെ ലൂർക്കാശിന് പെട്ടെന്ന് അടിച്ച് വലിച്ചിട്ട് എടുക്കാവുന്ന രീതിയിലാണ് നമ്മളെ സെറ്റ് ചെയ്തു. അപ്പോൾ ബൈക്കാശിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് കാർപ്പിച്ച് പിടിക്കുന്ന രീതിയിലല്ല. അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഡ്രാഗ് ഫുൾ ടൈറ്റ് ഒരുമാതിരി ഫുൾ ടൈറ്റ് ആക്കിയിട്ട് അതേപോലെ ജസ്റ്റ് നല്ല രീതിയിൽ ചുറ്റിയെടുക്കുക. അത് പ്രസ് ചെയ്ത് പിടിക്കുക. ഡ്രാഗ് ഫുള്ള് ടൈറ്റ് ആയിക്കൊണ്ട് നമ്മൾ ജസ്റ്റ് കറക്കി നല്ല രീതിയിലൊക്കെ ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് ആ സിസ്റ്റം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നൂല് സ്പൂളായിക്കോളും. അതിലൊരാൾ സഹായത്തിനുണ്ടെങ്കിൽ നമ്മൾ ഒരാളുകായിട്ട് കൊടുത്ത് എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ പേനായോ എന്തെങ്കിലും അതിനകത്തോട്ട് നൂലിൻ്റെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് അപ്പുറത്ത് നിന്ന് ഒരാളെ പിടിക്കുക, അത് ചുറ്റും. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും കമ്പിയിലോ എവിടെയെങ്കിലും ചുറ്റിക്കൊണ്ട് നല്ല രീതിയിലങ്ങ് ചുറ്റിയാണ്. ഇതല്ലോ അപ്പോൾ കറക്റ്റായിട്ട് ആ സ്പൂളാവുന്നുണ്ടോ, നമുക്കിത് ഫുള്ള് ചുറ്റിയിട്ട് കാണിക്കാം ഓരോ സമയം. അല്ല, കറക്റ്റ് 100 മീറ്റർ ഞാൻ പക്ക ആയിട്ട് കറക്റ്റായിട്ട് 100 മീറ്റർ ഇതിനകത്ത് കയറി. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് 40 എലിവേഡ് ലൈനാണ്. 0.28 mm 40 എലിവേഡ് ലൈൻ ഇട്ടേക്കുന്നത്. 40-50 ഒക്കെ ഇടാം, നമുക്ക് കുറച്ചുകൂടെ ഈ 10 മീറ്ററോടെ കുറയുന്നേ ഉള്ളൂ. പക്ഷെ ഇതാണ് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. പരിപാടി. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ റോഡ് കണക്ട് ചെയ്ത് ലീഡർ ലൈൻ കണക്ട് ചെയ്തിടാം. പിന്നെ ലീഡർ ലൈൻ കിട്ടുന്നതിന് വേറൊരു ഇതോടെ ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് ഊരിയെടുത്ത് എപ്പോഴും ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വെച്ചേക്കുമല്ലേ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ഇട്ടേക്ക്. അതിന് വേണ്ടി ഒരു നോട്ടോടെ ഞാൻ പറഞ്ഞുതരാം. അതിനെ പറ്റി ഡ്രാഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഡ്രാഗ് ടൈറ്റ് ചെയ്ത് ചുറ്റാവും, അത് മാത്രം ശ്രദ്ധിക്കുക. കാരണം അതില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കറക്കിയാൽ ഇത് ഹാൻഡ് കറക്കും, പക്ഷേ സ്പൂളെ ചുറ്റത്തില്ല. ഇങ്ങനെ വെറുതെ അത് കംപ്ലൈൻ്റ് ഒന്നുമല്ല, നമ്മൾ ഡ്രാഗ് ചിലപ്പോൾ ലൂസായിരിക്കും. ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ട് കറക്കിയാൽ കറക്റ്റായിട്ട് കയറും. മീൻ പിടിക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിക്കണം, ഡ്രാഗ് ലൂസ് ചെയ്യില്ല. ഡ്രാഗ് ലൂസ് ചെയ്താൽ മീൻ ആ സമയം കിട്ടും, അതിന് ഉപ്പ് ഉരുക്കൊണ്ട് പോകാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഡ്രാഗ് ഏകദേശം 90% ഡ്രാഗ് ഇട്ടിട്ടേ മീനെ അടിക്കാൻ പോകാവും. ഇതിവിടെ ഇതാണ് ഡ്രാഗിൻ്റെ സംഭവം. മനസ്സിലായി, ഈ ഹാൻഡിനോട് ചേർന്നിരിക്കുന്നത് തന്നെയാണ് ഇത്. ഫ്രണ്ടിലോട്ട് നമ്മൾ മുന്നോട്ട് കറക്കുന്ന സമയത്ത് ടൈറ്റാകും, പുറമോട്ടാകുന്നത് ലൂസാകും. അപ്പോൾ ഇത് ഡ്രാഗ് ഇല്ലാതെ അറിയാതെ നമ്മൾ ഡ്രാഗ് ലൂസാണെന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നത് ചില മീൻ അടിച്ച് ഉക്കപ്പായി കഴിഞ്ഞാൽ 2 കുടയൊക്കെ കുടയ്ക്കുന്ന സമയത്ത് ഈ ഡ്രാഗ് ലൂസാണെങ്കിൽ നമ്മൾ കറക്കും, ഇഷ്ടംപോലെ ഇട്ട് കറക്കും. പക്ഷേ അവിടെ നൂല് സ്പൂളാവുന്നുണ്ടാകത്തില്ല. മീൻ അവിടെ ആ ഫ്രീ ടൈം കിട്ടും. ആ ടൈം കൊണ്ട് അവനത് കൂടി സ്ഥലം പെടും. അപ്പം അടിച്ച മീനെ നമ്മൾ വിടാൻ പാടില്ല. ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ അതിൽ തൂങ്ങി കിടക്കണം. അപ്പോൾ ആ ഡ്രാഗ് അത്ര ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വലിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നോട്ട് പറഞ്ഞാൽ നമുക്ക് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ ലീഡർ ലൈൻ വെച്ചിട്ട് നമുക്ക് ഇത് ചേർത്ത് വെച്ച് കെട്ടാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് അഴിച്ചുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്കൂൾ ചെയ്തപ്പോൾ അതിനകത്ത് തിരിച്ച് ചുറ്റാനൊക്കെ ഗൈഡിനെ കൂടെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുക, ഇതുപോലെ 2 റൗണ്ട് അടിക്കുക. ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ ഒരു മടക്കുക. സെൻറ്ററിൽ ഇവിടെ ഒരു കെട്ടിടുക, 1-2 കെട്ട്, ഒന്നുകൂടി ഇടുക, ഒരു കെട്ട് ഇട്ട് മുറുക്കിയതിന് ശേഷം ഈ നൂല് ഇങ്ങനെ ഇതിനിപ്പുറത്തോടെ എടുക്കുക. ഇതിനിപ്പുറത്തോടെ എടുത്തിട്ട് ഇതിനകത്തോടെ ഇങ്ങനെ റൊട്ടേഷൻ അടിച്ചൊരു 5-10 പ്രാവശ്യം റൊട്ടേഷൻ അടിക്കുക.
കറക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം കറക്കിയിട്ട് നേരിട്ട് നമ്മളങ്ങ് വലിച്ച് മുറുക്കുക. നല്ലതായിട്ടൊക്കെ ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഭാഗം ടൈറ്റ് ചെയ്തില്ലേ, ഈ ഭാഗം ടൈറ്റ് ചെയ്ത് നേരെ ഇപ്പുറത്തോട്ട് വിടുക. ഈ കെട്ടിൻ്റെ ഇവിടോട്ട് വരിക. ഈ കെട്ടിനോട്ട് അതുപോലെ തന്നെ തിരിച്ച് ഇവിടെയും വീണ്ടും ഒരു 8-10 പ്രാവശ്യം നമ്മൾ റൊട്ടേഷൻ അടിച്ച്, അല്ലെങ്കിൽ പോട്ടെ മിനിമം ഒരു 5 പ്രാവശ്യമെങ്കിലും റൊട്ടേഷൻ അടിച്ച് അതുപോലെ തിരിച്ച് മുറുക. ഇത് നമ്മൾ ധൃതി വെക്കാതെ, നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് കാണിക്കുന്നത്, ധൃതി വെക്കാതെ പതുക്കെ ചെയ്താൽ. ഇതിപ്പോൾ 2 സൈഡിലും കെട്ട് വീണു. ഇപ്പുറ സൈഡിലും കെട്ടുണ്ട്, ഇപ്പുറ സൈഡിലും കെട്ടുണ്ട്. ഇനി ഇത് എന്നാ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ഊരിയും പോകത്തില്ല, അഴിഞ്ഞും പോകത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാലും മുറുക്കം വീഴത്തില്ല. വേണ്ട, ഇതൊരു നോവല്ലേ. പിന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ലീഡർ ലൈൻ. ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ലീഡർ ലൈനാണിത്. നല്ല സ്ട്രോങ് ആണ്, നല്ല ഹൂക്കപ്പ് ഇത് കിട്ടുന്നതാണ്. എന്നാൽ ഡൈവേർഡ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. 80 LBയുടെ ഡൈവേർഡ് ലൈനാണ് കൊടുത്തിരുന്നത്. 80-60 നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മുടെ എന്ത് മീനെ പിടിക്കാൻ വന്നത് അതനുസരിച്ചുള്ള ലൈനാണ്. ഇതിപ്പോൾ 80 ഇട്ടാലും നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, വലിയ കാട്ടി. കാരണം മീൻ കടിച്ച് പൊട്ടിക്കുകയോ വലിച്ചു പൊട്ടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ ഇവിടെ ലോഹം കൊടുത്തിട്ടുണ്ട്, ഇവിടെ സിവിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 1.5 അടി നീളത്തിൽ ഇട്ടേക്കുന്നത്. അഥവാ നമുക്ക് നൂലെ പിടിച്ച് ചിലപ്പോൾ മീനെ കയറ്റാൻ പറ്റും. നമ്മൾ നൂലെ ചുറ്റി പിടിച്ചിട്ട് മീനെ പൊക്കുമ്പോൾ മീൻ പടച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നൂലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതിലാണ് വന്നേക്കുന്നത്. അപ്പം കൈ ചിലപ്പോൾ 2 കട്ട് ചെയ്തു പോകും. അതുപോലത്തെ മുറി ചിലപ്പോൾ നല്ല രീതിയിൽ മുറി കൈ. അതിന് നല്ല നമുക്ക് ഇതുപോലെ ലീഡർ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെടുത്ത് കരുതിയിടാനും ഒക്കെ സൗകര്യമാണ്. എവിടെയെങ്കിലും കുരുങ്ങിയാലും നമുക്ക് പേടിക്കേണ്ട. നമുക്ക് ഇറങ്ങി ചെന്നാൽ ഇപ്പോൾ എടുക്കാം, അല്ലെങ്കിൽ മീൻ അഥവാ കടിച്ചു പൊട്ടിക്കുമെന്നൊന്നും പേടിക്കണം. ഇപ്പോൾ ലീഡർ ലൈൻ നമ്മൾ ഇതിനകത്ത് കയറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ കെട്ടിട്ടില്ലേ, ഈ കെട്ട് കണ്ടോ, ജസ്റ്റ് ഈ കെട്ട് നമ്മൾ ഈ സിവലിൻ്റെ ഇടയ്ക്കൂടെ ഇറക്കി വിടുക. ഇറക്കി വിട്ടിട്ട് നേരെ ഈ ലോക്ക് അതിനകത്തോട്ട് ഇറക്കി വിടുക. ഇതിപ്പോൾ നമുക്ക് എവിടെയും ചെല്ലുമ്പോൾ ഉണ്ടോ, നമുക്കിത് വേണം ഇങ്ങനെ കിടക്കും. ഇതിപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇത് റീലും റോഡും എല്ലാം പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ തന്നെ റിവേഴ്സിൽ ഇതിന് അഴിച്ചെടുത്താൽ മതി. നമ്മൾ നേരെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് എടുത്തുക. ഇതൊക്കെ അറിയാവുന്നവർ കാണും, അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അയ്യേ ഇതാണോ വലിയ സംഭവം ഒതുങ്ങിയെടുക്കുക. നേരെ തിരിച്ച് എങ്ങനെ കയറ്റിയിട്ട് അതുപോലെ തന്നെ നേരെ റിവേഴ്സ് എടുക്കുക. വെപ്രാളം പിടിച്ച ചിലപ്പോൾ കുരും. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമുക്ക് ലീഡർ ലൈൻ അഴിച്ചു, ബാക്കിയെല്ലാം നൂല് റിവേഴ്സ് ചുറ്റിയെടുക്കുക. റോഡും അതുപോലെ പാക്ക് ചെയ്ത് കവറിലാക്കി നമുക്ക് ബാഗിലിട്ടുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ പോകാം. സ്ഥിരമായിട്ട് കെട്ടിയിടണമെങ്കിൽ ഇത് കരികെട്ടിട്ട് വെക്കാം. കരികെട്ടിടുന്നതിനും നല്ലത് ഇങ്ങനെ ഇങ്ങനെ ഒരു കെട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഊരാനും എടുക്കാനും ലൂറ് മാറ്റാനും സംഭവങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ചെയ്യാം. ലീഡർ ലൈൻ പൊട്ടിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരി മാറ്റി അടുത്ത ലീഡർ ലൈൻ കെട്ടി എടുക്കാനൊക്കെ സൗകര്യമായിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ബാക്കിയുള്ള ഡീറ്റെയിൽസോട് നമുക്ക് അതിനകത്ത് പറയാം. ഇത്രേ ഉള്ളൂ. ബ്രൈഡ് വിട്ടുന്ന കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, നമ്മുടെ ആൾക്കാർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ വെളിയിലുള്ളവർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ നോക്കുക. 1-2 വീഡിയോ കാണാം, എൻ്റെ വീഡിയോ മാത്രമല്ല ഏതെങ്കിലും വേറൊരു വീഡിയോയുടെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അറിവുകൾ കിട്ടും. ഇപ്പം ഞാൻ പറയുന്ന എല്ലാം 100% കറക്റ്റാണെന്നില്ല. അപ്പം വേറെ 1-2 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങളും അവർ പറഞ്ഞതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വീഡിയോ നമുക്ക് ചെയ്യണം ഒത്തിരി പേര് പറഞ്ഞാണ്. നമുക്ക് ഈ റീൽ ഓഫർ ഇട്ടപ്പോൾ കുറേ സാധനം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്കൂടെ ഒന്ന് ബ്രൈഡ് വിട്ടാൻ എടുക്കുക. നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എല്ലാവരും വിളിക്കുക. അപ്പോൾ അടുത്ത നമുക്ക് ഇതിനെ വെച്ചുള്ള ഫിഷിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ബ്രീഡിംഗ് ടൈം ഒക്കെ കഴിഞ്ഞു, ചെറുമീനും വരാലും ഒക്കെ ബ്രീഡിങ് അന്ന് നമ്മൾ പറഞ്ഞ പോലെ അപ്പോൾ ഒരു 1-1.5 മാസം കഴിഞ്ഞില്ലേ. അപ്പോൾ ജൂൺ മാസം ജൂലൈ മാസം കഴിഞ്ഞു. ഇനിയിപ്പം അത്യാവശ്യം നമുക്ക് മീനൊക്കെ അടിച്ചു തുടങ്ങും. കാരണം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ വരാൻ അത്യാവശ്യം പ്രായമായി അവർ വേറെ സ്വന്തമായിട്ട് ഫുഡൊക്കെ എടുത്ത് മാറി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പിടിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൽ സഹകരിച്ച് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം നമുക്ക് നല്ല കാര്യമാണ്. നാളെ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒക്കെ പ്രയോജനപ്പെടുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിന് വേണ്ടി സഹകരിച്ച് ഒരുപാട് പേര് മീനെ പിടിക്കാതിരുന്നതായിട്ട് എനിക്കറിയാം. നല്ലതായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ സ്നേഹിതനൊക്കെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ വരെ പോകാതെ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ വലിയ നല്ല കാര്യമാണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഒരു ജോഡി മീനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 10,500 കുഞ്ഞുങ്ങളെങ്കിലും കുറഞ്ഞത് കാണും. അതിലൊരു 500 രക്ഷപ്പെടും. അപ്പോൾ അവർ 500 മീൻ നമുക്ക് വെളിയിൽ ഇറങ്ങി. അപ്പോൾ അടുത്ത ഒരു 2 കൊല്ലത്തിനകത്ത് അവരും വലുതാകും. നമുക്ക് ഇങ്ങനെ പോകുന്നവർക്ക് അത് മീനെ പിടിക്കാൻ മീൻ കാണും. ഇല്ലെങ്കിൽ നമ്മൾ പോയി വെറുതെ എറിഞ്ഞ് കൈകട കുഴതിരിക്കുന്നല്ലാതെ നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അപ്പോൾ
ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വിഷിങ് ചെയ്യുക. അപ്പം ഇതിൻ്റെ കാര്യം ഞാൻ ഓഫർ പറഞ്ഞായിരുന്നല്ലോ, 5 പിള്ളേർക്കുന്നവർ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. ഡയറക്റ്റ് വരുന്നവർക്ക് കൊറിയറിൻ്റെ എമൗണ്ട് കുറച്ച് തരും. കൊറിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പൈപ്പിനകത്തൊക്കെ ആക്കി അയക്കുന്നത്, നല്ലതായിട്ട് പാക്ക് ചെയ്ത് അയക്കുന്നത്. അവിടെ വന്ന ഡാമേജ് കമ്പനി നമുക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തരത്തില്ല. കാരണം നമ്മൾ തരുമ്പോൾ അതുപോലെ പാക്ക് ചെയ്ത് വൃത്തിയായിട്ട് നിങ്ങളുടെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡാമേജ് ഇല്ലാതെ തരണം. അതിനുവേണ്ടിയാണ് ഞാൻ കൊറിയർ ചാർജ് എമൗണ്ടൊക്കെ ഇച്ചിരി കൂടുതലാണ്. 1,250-300 രൂപയ്ക്കകത്ത് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പൈപ്പ് ഇത് ചെറിയൊരു കാര്യം ഒരു ഇതുപോലെ കാർഡ്ബോർഡ് പെട്ടിക്കകത്തോ ഇങ്ങനത്തെ കവറിനകത്തൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തട്ടും മുട്ടും ചെയ്ത ചെറിയൊരു ക്രാക്ക് ഇവിടെ കിടന്നാൽ മതി, നിങ്ങൾ ആരും അറിയത്തില്ല. കാരണം നിങ്ങളും അറിയത്തില്ല. അപ്പോൾ നല്ലൊരു മീൻ പിടിക്കുന്ന സമയത്തായിരിക്കും റോഡ് ഒടിഞ്ഞു പോകുന്നത്. കൂടുതൽ റോഡുകൾ ഒടിഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ കാരണം അങ്ങനെ പാക്കിങ് കറക്റ്റ് അല്ലെന്നതിൻ്റെ പ്രശ്നം വരും. പിന്നെ എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ റീലെന്നല്ല, സ്പിന്നിങ് റീലായാലും ബൈക്കാച്ചിങ് റോഡും റീലും ആയാലും സ്പിന്നിങ് ആയാലും ഒരിക്കലും മീനെ എത്ര വലിയ മീനെ വേണമെങ്കിലും നമുക്ക് റോഡെ പിടിച്ച് കയറ്റാം. ഒരിക്കലും എവിടെയെങ്കിലും കുരുങ്ങുമോ, ചിലയിടത്തൊക്കെ നമ്മൾ ചപ്പയിലും കാടയിലും വെള്ളത്തിനടിയിലെ കമ്പയിലും ഒക്കെ കുരുങ്ങി കിടക്കും. നമ്മൾ ഈ റോഡെ പിടിച്ച് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അത് ഞാൻ ഒത്തിരി വീഡിയോ പറയണമെന്ന് വിചാരിച്ച് മറന്നു പോയൊരു കാര്യമാണ്. ഒത്തിരി പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ഈ റോഡെ പിടിച്ച് വലിച്ചെടുക്കാൻ, റോഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 6 കിലോ 7 കിലോ വെയിറ്റ് താങ്ങുന്ന റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. 10-20 കിലോയ്ക്ക് മുകളിൽ വെയിറ്റാണ് നമ്മൾ ഈ റോഡിലോട്ട് കൊടുക്കുന്നത്. നമ്മൾ ആഞ്ഞ് വലിക്കുമ്പോൾ അപ്പം ടിപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് തൊടിഞ്ഞു പോകും. അത് കമ്പനിയുടെ കുഴപ്പമൊന്നുമല്ല, അവർ പറയുന്ന ഒരു വെയിറ്റ് ഉണ്ട് ഈ റോഡിന് കൊടുക്കാൻ പറ്റുന്നതിന്. അതിന് പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6 കിലോ അല്ലെ 10 കിലോ കമ്പനി കൊടുത്തിരുന്നത്. നമ്മൾ പിടിച്ച് ആഞ്ഞ് വലിക്കുന്ന സമയത്ത് 10, 25, 30 കിലോ വരെയൊക്കെ ഇതിലോട്ട് പ്രഷർ വരും. അപ്പോൾ ഇത് ഒടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, ഒരു നൂല് ഒരു കമ്പയിലോട്ടോ ഒരു തുണിയിലോട്ട് ചുറ്റിയിട്ട് നമ്മൾ ഈ നൂല് വലിച്ച് കയറ്റാൻ നോക്കണം. അല്ലാതെ ഒരിക്കലും റോഡും മെഷീനും വലിക്കല്. മെഷീൻ്റെ ഡ്രാഗിൻ്റെ പല്ലൊടിഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ കാര്യം ഇത് തന്നെയാണ്. എവിടെയെങ്കിലും ഒരു ചൂണ്ട ഉടക്കിയെന്ന് പറഞ്ഞാൽ ഉടനെ ഇതേലെ പിടിച്ചിട്ട് ആഞ്ഞ് വലിച്ച് പറിച്ചെടുക്കുമ്പോണ്ടല്ലോ ഇതിനകത്ത് പല്ല് നോവും കാര്യങ്ങളെല്ലാം അത് എവിടെയൊക്കെ തട്ടി ഒടിഞ്ഞ് പൊട്ടി പോകും. പിന്നെ ഇത് മെഷീനും കൊണ്ട് യാതൊരു പ്രയോജനമില്ല, വെറുതെ കിടന്ന് കറങ്ങുന്നല്ല. മീൻ പിടിച്ചാൽ പോലും നമുക്ക് ചുറ്റാൻ പോലും പറ്റുന്നത്. അപ്പോൾ മെഷീൻ കംപ്ലൈൻറ്റ് ആകാതിരിക്കണം, റോഡ് കംപ്ലൈൻറ്റ് ആകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. എവിടെയെങ്കിലും ഒട്ടക്കോ കുരുങ്ങോ ചെയ്താൽ ഒരിക്കലും റോഡിലും റീലിലും പിടിച്ച് വലിക്കാൻ നോക്കരുത്. എത്ര വലിയ മീനെ വേണമെങ്കിലും പിടിച്ചോ, നമുക്ക് മെഷീനും റോഡിലും പിടിക്കാം. പക്ഷേ എവിടെയെങ്കിലും ഉടക്കി കിടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഇതിന് താങ്ങാൻ പറ്റത്തില്ല. അപ്പം മെഷീനും റോഡും കംപ്ലൈൻ്റ് ആകും. എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുടക്കുന്നത് നിസ്സാരമായിട്ട് കാണണം. ഒത്തിരി പേര് ഈ ഫീൽഡിൽ നിർത്താനുള്ള കാര്യമാണ്. ആദ്യം ഒരു 10,000, 3,000, 5,000 മുടക്കിയിട്ട് ഇത് ഒടിഞ്ഞൊക്കെ പോകുമ്പോൾ എനിക്കിനി വേണ്ട, ഇത് നിർത്തി പോകുന്നുള്ള ചിന്തായിരുന്നു എന്ന കാര്യം തന്നെ. നമ്മുടെ കാശ് നഷ്ടപ്പെടുത്താതെ നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയെ നമുക്ക് മുതലാക്കണം. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമ്മുടെ റോഡും റീലും ഒന്ന് ടെസ്റ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തേക്കാന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രൊഡക്റ്റ് 200 റീലും അബുവ 40യുടെ 7 ഫീറ്റ് റോഡ്, പിന്നെ അത് തന്നെ ഡോമാക്സിൻ്റെ 8X ലൈനും, പിന്നെ അതിൻ്റെ ഫ്രോഗ് നമ്മൾ ചീറ്റ ഫ്രോഗാണ് യൂസ് ചെയ്യുന്നത്. ലുക്കാനാണ് ഫുള്ള് ഐറ്റംസ് എല്ലാം ലുക്കാന തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് കാശ് ചെയ്യാൻ നോക്കാം. നല്ല ലെങ്ത് കിട്ടും. നല്ല ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ റീല് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് നല്ല ലെങ്തിൽ കാസ്റ്റ് ചെയ്തിട്ട് വലിക്കുമ്പോഴേ കാരണം മീൻ ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും അടിച്ച് കിട്ടത്തുള്ളൂ. നമുക്ക് അടുത്തൊക്കെ വീണ്ടും വലിക്കും നമ്മൾ ഒരുപാട് പ്രാവശ്യം എടുക്കണം. പക്ഷേ നല്ല ലോങ് കിട്ടുവാണെങ്കിൽ ഒരു 50 മീറ്റർ അകത്തൊക്കെ കിട്ടുവാണെന്നുണ്ടല്ലോ നമുക്ക് അധികം പാട് വരത്തില്ല. പക്ഷേ നമുക്ക് ഒത്തിരി നേരം എറിയേണ്ട കാര്യമില്ല. നമുക്ക് നല്ല ലോങ് ചെയ്യുന്ന പറഞ്ഞാൽ മീനെ അത് അനക്കം കണ്ടു കഴിഞ്ഞാൽ അടിച്ചോളും. പിന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഫുള്ള് ഡ്രാഗ് വെക്കുക. ഇതുപോലെ തന്നെ എറിയുന്ന സമയത്ത് ഇതൊന്നും ഈ ഒരു ലോക്കുണ്ടോ, ഈ ലോക്ക് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഈ നൂലയിൽ ഇങ്ങനെ ചെറിയായിട്ട് കൈ വെച്ചേക്കുക. കൈ നമ്മൾ എറിയുന്ന സമയത്ത് ചെറുതായിട്ട് പൊക്കി വിടാവും, ഒരുപാട് അങ്ങ് വിടരുത്. ഈ കയ്യിൽ നമ്മൾ അത്യാവശ്യം ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ മീഡിയത്തിൽ വെക്കാൻ 5 വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എറിയാം. അത്യാവശ്യം അറിയാമെന്നറിയാം. നമുക്ക് ഒട്ടും ഇത് പരിചയമില്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നറിയാം, 7 8 വെക്കും. 7 8 വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പവർ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഈ സ്പൂളയിൽ നല്ല പിടുത്തം വീഴും. കാരണം ഒരുപാട് അഴിഞ്ഞ് പോകത്തില്ല നൂല്. അത്യാവശ്യം ലെങ്തിൽ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പിടുത്തം വീണിട്ട് സ്പൂൾ അങ്ങ് നിൽക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 4 അതുപോലെ എറിഞ്ഞ് പരിശീലനമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 3 വെച്ചാൽ ഇവിടുന്ന് എറിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു 50-60 മീറ്റർ ലെങ്തിലൊക്കെ നല്ലതായിട്ട് പോകും നൂല്. അപ്പോൾ അത്രയും നമുക്ക് അറിയാത്തൊരു ആദ്യ തുടക്കക്കാരൻ നിലയ്ക്ക് നമുക്കൊരു ഇതിൽ വെച്ചാൽ മതി. ഒരു 6 അല്ല 5 താഴെ 6 7 8. ഞാനിപ്പോൾ വെച്ചേക്കുന്നത് വെച്ചാൽ 7 വെച്ചേക്കുന്നത്. കാരണം അതിന് അധികം വലിയ പ്രശ്നം വരുന്നില്ല. നമ്മൾ 5 വെച്ച് എറിഞ്ഞപ്പം ലൈൻ ക്ലാഷ് വരുന്നുണ്ട്. കാരണം നൂല് ചുറ്റുന്നുണ്ടായിരുന്നു. നല്ലതായിട്ട് കുരുങ്ങും. നമുക്ക് അഴിച്ചെടുക്കണേ തന്നെ വലിയ പാടാണ്. നിന്ന് നമ്മൾ മെനക്കെട്ട് നിന്ന് അഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു 7 8 വെച്ചിട്ട് നമുക്ക് ആ ചെയ്താൽ വലിയ പ്രശ്നം വരത്തില്ല. നമുക്ക് നോക്കാം. അപ്പോൾ എറിയുമ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ
ജസ്റ്റ് കാസ്റ്റ് ചെയ്യാനാണ് ആ വെള്ളം അതേ തന്നെ ഇരിക്കുക. അതിന് വലുതായിട്ട് നൂല് കുരുങ്ങത്തില്ല. അപ്പോൾ അതൊക്കെ റിട്രീവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സ്ഥലത്ത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം ചില ഇതുണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ചെളി വാരി തോടൊന്ന് വീതി കൂട്ടുക. ഒക്കെ അങ്ങോട്ട് പോകുമായിരുന്നെങ്കിൽ നല്ല മീനൊക്കെ നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ടോ നമ്മൾ പണ്ടൊരു പ്രാവശ്യം വന്ന സ്പോട്ടാണ്. എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഇത് ആ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ച പോലെ തന്നെ ഇതുപോലെ നടന്നു പോയത്. നമ്മൾ കാലെല്ലാം താഴ്ന്നു പോയി, കുപ്പിച്ചിലൊക്കെ കൊണ്ട് കാല് മുറിഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടാകണേ. ഞാനിപ്പോൾ ആ പേടിയോടെ അങ്ങോട്ട് പോകാത്തത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഈ തോടിനൊക്കെ വീതി കൂട്ടുന്നുണ്ട്. ഇതുണ്ട് ഇവിടുന്ന് മണ്ണെടുത്ത് ഇങ്ങോട്ട് ഇട്ടേക്കും. അപ്പോൾ ചെളിമണ്ണായിരിക്കും. നമ്മൾ കുറച്ച് തവണ നടന്നു പോകുന്ന വഴിക്കെല്ലാം കാല് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല. ഇപ്പോഴത്തെ ആൾക്കാർ ഈ ബിയർ കുപ്പിയും അതൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുപ്പിച്ചിലും സാധനങ്ങളൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കാം. എന്തായാലും ഈ ഒരു ലൊക്കേഷൻ നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എങ്ങനെ എറിയുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. മനസ്സിലായില്ലേ? ട്രാക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അതിൻ്റെ മാഗ്നറ്റിക് പവറിൻ്റെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ടെൻഷൻ നോവ് എന്ന് പറയാം. നമുക്ക് അതും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ നോർമലി വെച്ചാൽ മതി. നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് കാശ് നമ്മൾ പിന്നെ ഒന്നിനാണ് ഇത് എറിയുമ്പോഴേ ആദ്യമേ നമ്മളിതെല്ലാം പഠിക്കണമെന്നില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്നല്ല, ചിലപ്പോൾ 1-2 ദിവസത്തൊക്കെ നമ്മൾ എറിയുമ്പോൾ എല്ലാം ഈ നൂല് കുരുങ്ങാൻ സാധ്യതയുണ്ട്. അതിനകത്ത് മെയിനായിട്ട് കുരുങ്ങായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ മാഗ്നറ്റിക്കിൻ്റെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 7 ഇട്ട് അടിച്ചാൽ മതി. കാരണം കൂട്ടിയിട്ടേക്കുക, മാഗ്നറ്റിക് പവർ കൂട്ടിയിട്ടേക്കുക. അപ്പോൾ നമുക്ക് അധികം നമ്മൾ എറിയുന്ന കൂട്ടത്തിൽ സ്പൂൾ അധികം ദൂരത്തേക്ക് കറങ്ങത്തില്ല, ഒത്തിരി നേരം കറങ്ങത്തില്ല. അപ്പം വേണ്ട അധികം നൂല് അഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രസ് ചെയ്യുക, ജസ്റ്റ് പിടിച്ച് കാസ്റ്റ് ചെയ്യുക. ഞാൻ ആ വിരൽ അവിടെ നിന്ന് എടുക്കുന്നില്ല, അവിടെ നല്ല ലോങ്ങിൽ പോകുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ബാറ്ററി നമുക്ക് ഒരു പണി കിട്ടിയായിരുന്നു. ഇടയ്ക്ക് ഗോപ്രോയുടെ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയി, ബഡ്ജ് ചെയ്ത് വരുന്നൊരു പ്രശ്നമുണ്ട്. അത് അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. എനിക്കൊരു അനുഭവം വന്നതുകൊണ്ട് ഞാൻ പഠിച്ചത്, നമ്മൾ ഇതിനകത്ത് ചാർജ് കുത്തിയിട്ടിട്ട് അങ്ങ് പോകരുത് കേട്ടോ. ഈ ഗോപ്രോ ഒക്കെ കുത്തിയിടുമ്പോൾ അത് കുത്തിയിട്ട് വെച്ചിട്ട് അങ്ങ് പോകരുത്. ഓവർ ഹീറ്റ് ആയി കഴിയുമ്പം ഈ ബാറ്ററി ബഡ്ജ് ചെയ്ത് വരും, വീർത്ത് വരും, ബാറ്ററി ഇങ്ങനെ വീർത്ത് വരും. അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ലീക്കോ കംപ്ലൈൻറ്റ് പൊട്ടിത്തെറിയോ എല്ലാം ഉണ്ടാക്കി നമ്മുടെ അത്ര 10-40,000 രൂപയുടെ മുതൽ കത്തിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ ഒരു ബാറ്ററി എടുത്ത് കളഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഇടുവാണെങ്കിൽ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ പെട്ടെന്ന് പോയി ഓഫ് ചെയ്യും. മറ്റേന്ന് പറഞ്ഞാൽ ഞാൻ ആ രാത്രിയിലൊക്കെ വന്ന് കുത്തിയിട്ടിട്ട് ചിലപ്പോൾ നേരം നമ്മൾ കയറി എടുക്കുന്നത്. ആ സമയം കൊണ്ട് ഇത് ചൂടായി പഴുത്തങ്ങ് പോകും. അങ്ങനെ 1-2 ബാറ്ററി എൻ്റെ പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് സിംഗിൾ ബാറ്ററിയല്ല ഓടുന്നത്. നോക്കട്ടെ, നമുക്ക് കുറേ കാസ്റ്റ് ചെയ്യാം. മീൻ അടിക്കുന്ന ചിലപ്പോൾ സ്ട്രൈക്ക് കിട്ടിയില്ലെങ്കിലും അതൊന്നും വിചാരിക്കരുത്. അപ്പോൾ നോക്കാം. ആ കണ്ട നോക്കത്തേണ്ട കണ്ട, ഞാൻ പറഞ്ഞ സംഭവമാണ് കണ്ടോ. നമ്മുടെ കൈ തെന്നിപ്പോയി. ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ അവിടെ നിന്ന് മാറിയപ്പോൾ കുരുങ്ങി. ഇനിയിപ്പോൾ ഇത് ഒന്നേന്ന് തുടങ്ങണം നമ്മൾ. നമ്മൾ ചുറ്റി എടുത്തുണ്ടേ. നമ്മളിത് മാറ്റി വെച്ച സമയത്ത് അവിടെ ഒരുത്തനെ ആക്രമണം നടത്തി. അപ്പോൾ അവിടെ മീനുണ്ട്. അടിക്കുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അയ്യോ, അതിനവിടെ ചപ്പിനിടയിൽ അങ്ങോട്ട് പോയി കുരുങ്ങി. എൻ്റെ പൊന്നോ, അയ്യോ
അടിച്ചു പോയേ മോനെ ഒരെണ്ണം അടിച്ചാവും. ശേ ഓർക്കാപ്പുറത്തായിരുന്നു കേട്ടോ. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത സമയത്തടി. ആ വേണ്ട. അയ്യോ ഒരു ഹുക്ക് അകത്തും പോയി. ഒക്കെ നൂർന്നല്ല ചെറുതായിട്ട്. പോട്ടെ. ഒന്നാമതേ മീനില്ല, അതിനിടയ്ക്ക് വേറെ കണ്ട താറാവെല്ലാം കൂടെ വന്ന് അനക്കി അമ്പടസേ. ഇനിയിപ്പം ഉള്ള മീനോട് ഓടിക്കളയും. ഒരു കൂട്ടം താറാവ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കാര്യം കണക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് വലിയ കഥയൊന്നുമില്ല. ഇവിടെ മൊത്തം അനക്കി മറിച്ചവർ. തീർന്നില്ലേ? അതൊക്കെ നമുക്ക് നീങ്ങും. മൊത്തം ചെല്ലാം. അത് പേടിച്ച് നിൽക്കുക. പോട്ടെ, വാ പൊക്കോ പോക്കോ. നമ്മളെ കണ്ടവൻ പേടിച്ചു പോയി. ഇവിടെ ഇപ്പം മൊത്തത്തിൽ വിഷയം കേട്ടോ. നമുക്ക് എല്ലാ ചെന്നാലും പണിയാണ്. കണ്ടില്ലേ, ചെറിയ ചേറ് കാരി പൊത്തിയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ചാലുണ്ടാവും. അതോട്ട് ചാലുണ്ട്, വലിയ ചാലുകളാണ്. ഇത്രയും ചേറെടുക്കാൻ നമുക്ക് വിശ്വസിച്ച് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാലും എല്ലാം താന്ന് പോയിട്ട് അന്ന് കിട്ടിയാലേ പണി കിട്ടിയാലോ. നമുക്ക് ആറ്റിലൊന്ന് പോയി നോക്കാം എന്തായാലും. താറാവ് തീർന്നില്ലേ? ഇനിയുണ്ട്. അതുകൊണ്ട് വരുന്നു. അടുത്ത ബാച്ച് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നീങ്ങാം. ഓക്കെ ഓക്കെ, മടക്കി 6-ൻ്റെ ഓട്ടമാണ് പോയി നോക്കാം. ഇവിടെ ഒരു രക്ഷയില്ല. ഇതിപ്പോൾ താറാവുകളിൽ അവിടെ വന്ന് അവിടെ അവർ കയ്യേറി മൊത്തം സ്ഥലം. ഓക്കെ, നമ്മളിതല്ല കേട്ടോ എല്ലാ യാത്രയിലും നമ്മുടെ വണ്ടിയിൽ അല്ല. അപ്പോൾ ഓക്കെ, നമുക്കോട്ട് മാറി നോക്കാം. ബംഗാളികളിലാണ് ചൂണ്ടയിടുന്നത്. അവർക്ക് എല്ലാം കൊണ്ട് അങ്ങനെയുള്ള മീനൊക്കെ പിടിക്കുന്നത്.
ബൈക്കിന് ഞാൻ വിചാരിച്ചത് ബുള്ളറ്റൊക്കെ നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. ബുള്ളറ്റ് ഒരെണ്ണം സീറ്റ് എടുക്കണമെന്ന് വിചാരിച്ചപ്പോഴും നമ്മൾ നോക്കിപ്പോണം. അതിനേക്കാളൊക്കെ ലാഭം എന്നുള്ളത് നമുക്ക് ഈ വണ്ടിയാണ്, പപ്പ എടുത്ത വണ്ടിയാണ്. ഈ വണ്ടിയാണ് നമുക്ക് ലാഭം. എന്താ വെച്ചാൽ മഴ നനയണ്ട, നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മുടെ ഈ വണ്ടിയിൽ കൊണ്ടുപോകാം. ബുള്ളറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നനഞ്ഞ് കുളിച്ച് പോകേണ്ടി വരും. അതുപോലെ അത്രയും സാധനം കയറുന്നില്ല. നമുക്ക് മീനെ കിട്ടിയാലില്ലെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും ഒക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, നമ്മൾ കൊച്ചുനാൾ തൊട്ട് ഓട്ടോറിക്ഷ കാണുന്നതുകൊണ്ട് നമുക്കിത് കൈവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ഓട്ടോറിക്ഷയായിട്ട് എടുത്ത്. പക്ഷേ ഇത് നമുക്ക് കൊറിയറും കാര്യങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിലാണ് നടക്കുന്നത്. അടിപൊളി സുഖമാണ് കേട്ടോ. ഓട്ടോ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ്. നമ്മൾ ഓട്ടോ ഓടിച്ചാണ് ഒരു സമയത്ത് ഈ കടയൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓട്ടോയിലായിരുന്നു നമ്മുടെ ജീവിതമാർഗ്ഗം മൊത്തം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവനെ കളയാതെ നമുക്കൊരു മടിയില്ല. അപ്പോൾ വണ്ടി വിന്നറിനെ എടുക്കണം. ദൂരോട്ടൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബൈക്കോ എന്തെങ്കിലുമൊക്കെ എടുക്കണം. 2-3 പേരുണ്ട്, സുഖമായിട്ട് നമുക്ക് ചൂണ്ടിടാൻ പോകാനൊക്കെ സൗകര്യം കേട്ടോ. സാധനം എല്ലാം കയറ്റി 3-4 പേർക്ക് സുഖമായിട്ട് പോയി അടിച്ചു പൊളിച്ചിട്ടാണ്. ഇതിന് മുമ്പ് 6ൻ്റെ സൈഡിലോട്ട് പോവാണേ. ആ ചുമ്മാ ഞങ്ങളുടെ ഒരു പാർക്കാണ് കേട്ടോ. അടിപൊളി പാർക്കായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എക്കോ ടൂറിസം ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. പാസ്സൊക്കെ വെച്ച് കോടികൾ ചിലവാക്കിയൊരു ഞാൻ നാളെ ഒരു വീഡിയോ പറഞ്ഞു. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് വേറെ പല ആവശ്യത്തിന് ഇപ്പോൾ ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ ഇഷ്ടംപോലെ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്ന് കൂടി ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് പോയിട്ടുള്ള സ്ഥലം. ഇത് വെള്ളച്ചാട്ടം പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ കൊടും കാടാ. കയ്യിലൊരു ആയുധം എന്തെങ്കിലും ഇല്ല അതിൽ പോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ വേറെ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറേ ചൂണ്ടക്കാരും കാണും. എനിക്ക് ലക്ഷങ്ങൾ കോടികളൊക്കെ മുടക്കി സെറ്റപ്പ് ചെയ്ത സംഭവം. എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ അത് ചെയ്തെടുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇനിയിപ്പോൾ കൊറോണ ആയതുകൊണ്ട് ഇന്ന് ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. എന്തായാലും ഒന്ന് ഇതൊക്കെ കഴിയുമ്പോൾ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുത്താൽ ഒരു ഇടത്താവളമാകും നമുക്കൊക്കെ ഒരു ഇതാകും. നോക്കി എല്ലാവർക്കും പരിപാടി ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകട്ടോ. നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ അവിടെ ഒരു ഗ്യാങ് ഉണ്ട്, ആൾക്കാരുണ്ട്. ഇനി അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. പിന്നെ അത് വലിയ ഉടക്കും പ്രശ്നമൊക്കെ. അവിടെ നമ്മൾ നമ്മുടെ പാട് നോക്കിപ്പോൾ അടുത്ത സ്ഥലം നോക്കിപ്പോൾ ഈ ചൂണ്ടേടിയിൽ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഇതാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് നല്ല ലൊക്കേഷൻ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. ഇതുപോലെ പലയിടത്തും പോയി തിരിച്ചു പോകേണ്ട അവസ്ഥ വരും. നോക്കാം, ഇനി അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ കാണാൻ പോയി നോക്കാം. ഇച്ചിരി കാട്ടിക്കൂടൊക്കെ കയറി പോകണം. ഓക്കെ അമ്മച്ചി ഇതിനിടയിൽ കൂടെ പോവാം. പിന്നെ അപ്പുറത്തൊരു സ്ഥലമുണ്ട് നമ്മുടെ ഒരു ലൊക്കേഷൻ. ഇച്ചിരി കാടും മൂടിയൊക്കെ ഉണ്ടോ. ഏതെന്ത് പാമ്പ് കാണും. ഇതിപ്പോൾ ഉടുമ്പിനെ കണ്ടുണ്ട്, ഇഷ്ടം പോലെ ഉടുമ്പ് വന്ന് ഈ റോഡിലൊക്കെ ഇടുന്നു. പാമ്പും കാണും. ഇവിടെ കാണാമെന്ന് നോക്കാം. അമ്മേ ഇന്നത്തെ കാര്യം ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചല്ലേ, സർക്കാരിൻ്റെ കാശ് കൊടുത്ത് കോടികൾ മുടക്കി ഓരോന്ന് പണിഞ്ഞിടും. അത് കഴിയുമ്പോൾ അവരതിൻ്റെ കമ്മീഷനും മേടിച്ച് എല്ലാം കഴിഞ്ഞ് അവരവരെ പാട്ടിന് പോകും. പിന്നെ ഇതുപോലെ നശിച്ച് പോകുന്ന ഇതെല്ലാം നമ്മുടെ കാശാണ്. അതാ സങ്കടം വരുന്നത്. ഈ കാശെല്ലാം നമ്മളെപ്പോലുള്ള ആൾക്കാരെ ടാക്സി മേടിച്ചുണ്ടാക്കുന്ന അമ്മേ ടാക്സി മേടിച്ചുണ്ടാക്കുന്ന കാശാണ്.
ഈ പൈസ എല്ലാം ഇങ്ങനെ നശിച്ചു പോകല്ലേ. എന്തുമാത്രം രൂപ ഇതുപോലെ കോടികൾ മുടക്കി ഓരോന്ന് കെട്ടിയിടുന്നു, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. 5 കൊല്ലം ഒരു സർക്കാർ ഭരിക്കുക, അവരെന്തെങ്കിലും പണി, അടുത്ത സർക്കാർ വരും, അവരതിട്ടിട്ട് പോകും. അതുകൊണ്ട് കേട്ടോ വല്ല രക്ഷമുണ്ടോ ഇതിനകത്ത് വന്നോ? ഇതിനകത്ത് കയറി കിടപ്പുണ്ടായിരിക്കും. അവിടെ ആ മൂലയ്ക്ക് ഒരു ചെറിയ കുളമുണ്ട്, അതിനകത്ത് വരാലും ഉണ്ട്. വെള്ളം പറ്റുമ്പോൾ എല്ലാം കൂടെ അവിടെ പോയി കിടക്കും. പക്ഷെ ഇറങ്ങി പിടിക്കാൻ പറ്റത്തില്ല, ഇച്ചിരി കുഴിയാണ്. നോക്ക, ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒന്ന് അയ്യോ വേണ്ട. നോക്കുമല്ലോ വാഹമെല്ലാം മറിയുന്നുണ്ട്. നമുക്ക് വാഹയുടെ ലൂറ് വല്ലതും അടിച്ചു പോകും. എന്തെങ്കിലും ഒരു മീനെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് കണ്ട് സമ്മതിക്കത്തില്ല. ഈ ലൂറൊക്കെ വിൽക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ ശാപം കിട്ടിയോ. മീനെ പിടിക്കാനുള്ള ആയുധങ്ങളൊക്കെ വെക്കുന്നവർക്ക് മീൻ കിട്ടത്തില്ലെന്നാണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ട് പറഞ്ഞു. നോക്കട്ടെ, ഇവിടെ പാലാങ്കണ്ണി ചിലപ്പം കാണും. എന്തെങ്കിലും ഒന്ന് കാശ് ചെയ്ത് നോക്കാം നമുക്ക്. ലൂറ് ഇറങ്ങിയിട്ട് ഇറക്കമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലിപ്രോ ഉണ്ട്, അതൊന്നും ഇറങ്ങി നോക്കാം. എല്ലാം എടുത്തിട്ടൊന്ന് കാസ്റ്റ്. ഹവാസിൻ്റെ ഫ്ലിപ്രോ കേട്ടോ, നല്ലൊരു മോഡലാണ്. അതിൻ്റെ ഒരു 3-4 കളറുണ്ട് ഹവാസിൻ്റെ. ഫ്ലിപ്രോ ഒന്ന് നോക്കാം, അതിന് വാഹയെല്ലാം അടിക്കും നോക്കാം. കണ്ടോ, നമ്മളിപ്പം അവിടെ പോയി തിരിച്ചാറ്റി വന്നു. ചെറിയ സീസൺ ഇപ്പം മഴയും വെള്ളമൊക്കെ ഇല്ല, മീൻ ഇങ്ങനെ സ്പ്രെഡായി നടക്കുന്ന സമയമാണ്. മീൻ അടുത്ത് കിടക്കുമല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടായിരുന്നു കാണാത്ത. ഇപ്പോൾ മീൻ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ മാറി നിൽക്കുന്ന സമയമാണ്. ചിലപ്പോൾ നമ്മൾ എറിയുമ്പോൾ കിട്ടിയെന്ന് ഇപ്പോൾ തന്നെ ഒരു 500 പ്രാവശ്യം എറിഞ്ഞ് കാണും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോകൾ ഒരുപാട് എടുത്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. കാരണം മീൻ കിട്ടാത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ അത് ബോറടിപ്പിക്കുന്ന രീതിയിൽ. എന്നാലും ഇതിൻ്റെ എന്താ സത്യാവസ്ഥ, നമ്മൾ പോകാത്തതാണോ അതോ വീഡിയോ ഇടാത്തതാണോ എന്താണെന്നുള്ളത് നിങ്ങൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്തതിനകത്ത് വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇതുപോലെ കാട്ടിലും മേട്ടിലുമൊക്കെ നടന്ന് ശരിക്കും മെനക്കെടുന്നുണ്ട്. അന്നേരം ആയിരിക്കും ചിലപ്പം 10 പ്രാവശ്യം പോകുമ്പോഴായിരിക്കും 1 പ്രാവശ്യം മീൻ കിട്ടും. ഒരു രക്ഷയില്ല. നമുക്ക് സന്ധ്യയായി, 6:45 ആയി, 7 മണിയാകുന്നു. ശരി, കിട്ടും, നമുക്ക് നോക്കാം. നമ്മളെല്ലാ ദിവസവും ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു മീനെ പിടിച്ചിട്ട് നമുക്ക് വീഡിയോ അതിനകത്ത് ആഡ് ചെയ്യാം, മാക്സിമം ശ്രമിക്കാം. അപ്പം എല്ലാവർക്കും സംഭവം മനസ്സിലായില്ല, അറിയാത്തവർക്ക് മനസ്സിലായില്ല ഇതെങ്ങനെ കാശ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായില്ല. ജസ്റ്റ് നമ്മളിത് പിടിക്കുക, ഈ നോവ് പ്രസ് ചെയ്ത് ഇതാമക്കി പിടിക്കുക, കൈ നമ്മുടെ തള്ളവറിൽ ചെറുതായിട്ടൊന്ന് അതിൽ മുട്ടിച്ച് വെക്കുക, എന്നിട്ട് കാസ്റ്റ് ചെയ്യുക. കൈ ചെറുതായിട്ട് വിട്ട് കൊടുക്കുക, ജോലിയും വലിച്ചെടുക്കുക. കൈ അവിടെ നിന്ന് മാറി കഴിയുമ്പോൾ ചിലപ്പോൾ 100 കൂടുതൽ കഴിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോവിൻ്റെ അതൊക്കെ തിരിച്ച് കറക്റ്റ് ബ്രേക്ക് നോവൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ബ്രേക്കൊക്കെ ഫുള്ളിട്ടിട്ട് അത്യാവശ്യം എറിഞ്ഞ് നിന്ന് കൈ തെളിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതിൻ്റെ പരിപാടി. ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായെന്നായിരുന്നു. ഡ്രാഗ് ഫുള്ള് ടൈറ്റായിട്ട് ഡ്രാഗിട്ട് തന്നെ കാസ്റ്റ് ചെയ്യുക. ഇതിനിടയ്ക്ക് തന്നെ നമുക്കൊരു കുറേ സമയം ഈ ഫ്ലാഷായിട്ട് ഇത് ഈ നൂല് കല്ലട ചുരുങ്ങി നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി. അത് അഴിക്കാൻ തന്നെ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ക്ഷമയോടെ തന്നെ അഴിക്കണം, അല്ലെങ്കിൽ നൂല് നമ്മൾ വെറുതെ പൊട്ടിച്ച് കളയേണ്ടി വരും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇട്ട സമയത്ത് നൂലൊന്ന് പൊട്ടി നമ്മൾ 2 കൂട്ടി കെട്ടി, കാരണം അല്ലാതെ അഴിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ക്ഷമയോടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നൂല് പൊട്ടിക്കാതെ തന്നെ നമുക്ക് അഴിച്ചെടുക്കാം. പക്ഷെ ഇതൊന്ന് കൈ തെളിയുന്നിടം വരെയുള്ള പ്രശ്നങ്ങളാണിത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു
പ്രശ്നമില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ മൂലയൊക്കെ ഞാൻ നോക്കി നമുക്ക് അല്ലാതെ എറിഞ്ഞ് സ്പിന്നിങ് റീൽ എറിഞ്ഞാൽ പോകത്തില്ല. അത്രയും മൂലയൊക്കെ നമ്മൾ എറിഞ്ഞ് പിടിക്കണ്ട. നമ്മൾ ആ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇത് എറിഞ്ഞ് കാശാണ് ഇതിലേ നടക്കത്തുള്ളൂ. സ്പിന്നിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യും. അപ്പോൾ ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുപാട് രാത്രിയായി. ഇനി ഇവിടുന്ന് കാടെല്ലാം കയറി പോകണം, തിരിച്ച് വണ്ടി എടുത്ത് പോകണം. നോക്കി ഭയങ്കര ഇരുട്ടായി. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വരാം. അപ്പോൾ ഇതിൽ ആരെങ്കിലും ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഹലോ, നീ ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അവിടെ ഇപ്പോൾ ഉണ്ടോ? ആ, വരുന്നു. ഓക്കെ പോരെ. ഇപ്പോൾ അങ്ങനെ കോള് വന്നിട്ടുണ്ട്, കടയിൽ ആൾ വന്നു. ഓക്കെ, അപ്പോൾ നിർത്തി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇതാണ് അവസ്ഥ കേട്ടോ. മീൻപിടുത്തക്കാരുടെ ഇതുപോലെ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ് മൊത്തം. പിന്നെ ഇതിലും കൂടുതൽ സ്ട്രൈക്കൊക്കെ കിട്ടും. നമ്മൾ വള്ളത്തേലൊക്കെ പോകാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉള്ളേറിയതോട്ടൊക്കെ സൈഡിൽ കൂടെ വള്ളത്തിൽ പോവുകയാണെങ്കിൽ പിന്നെയും മെയിൻ കിട്ടും. നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവുകയാണേ. നമ്മുടെ കസ്റ്റമർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം വരും. അന്നേരം പരിപാടിയെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ പിന്നെ അവരുടെ പുറകെ പോകും. നമുക്ക് നമ്മളെ ദൂരെ നിന്നൊക്കെ ആയിരുന്ന ആൾക്കാരല്ലേ, നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ചെന്നില്ല, പിന്നെ അത് വിഷയമാണ്. ഇവിടെ എവിടെയോ വന്ന് നിൽക്കുന്നുണ്ട് അവർ. പോരെ കയറിപ്പോ. ഇവിടെ ആ സൈഡിലോട്ട് ഒതുക്കി.